നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ശാസ്ത്രങ്ങൾ അനന്തമാണ്, വിദ്യകൾ അനേകമാണ്, ആയുസ്സോ പരിമിതമാണ്. വിഘ്നങ്ങൾ നിരവധിയുണ്ട്, അതിനാൽ സാരമായത് അഭ്യസിക്കുക. പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് ഹംസം പാൽ മാത്രം കുടിക്കുന്നത് പോലെ. ഇതാണ് വിവേകത്തിൻ്റെ മാർഗം. വേണ്ടാത്തത് തള്ളി വേണ്ടത് കൊള്ളുന്ന മാർഗം. ലോകജീവിതത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. വിദ്യാഭ്യാസം, സമ്പാദ്യങ്ങൾ സ്വരൂപിക്കൽ, ശരീര സംരക്ഷണം, സാമൂഹ്യ ജീവിതത്തിലെ ഇടപാടുകൾ, വിനോദങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ത്യാജ്യഗ്രാഹ്യ വിവേകം ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. അനാവശ്യ ഭാരങ്ങൾ പേറേണ്ടി വരുന്നതുകൊണ്ടാണ് ആധുനിക ജീവിതം ശാപമായി അനുഭവപ്പെടുന്നത്. ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ട കാര്യങ്ങൾക്ക് പകരം ആഡംബരങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് ജീവിതം ദുഃഖപൂർണവും ഭാരവുമാക്കി തീർക്കുകയല്ല വേണ്ടത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം ദുഷ്കരം നരാണാം യന്മനസോ നിഗ്രഹ സതതം കോ ബ്രഹ്മചര്യവാൻ സ്യാത് യശ്ചാസ്ഖലിതോർധ്വരേതസ്കഃ. കിം ദുഷ്കരം നരാണാം യന്മനസോ നിഗ്രഹ സതതം കോ ബ്രഹ്മചര്യവാൻ സ്യാത് യശ്ചാസ്ഖലിതോർധ്വരേതസ്കഃ. സന്ധ്യാദീപം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 52-ാം ശ്ലോകത്തിലെ മറ്റൊരു ചോദ്യം മനുഷ്യർക്ക് ഏറ്റവും ദുഷ്കരമായത് എന്താണ് എന്നാണ്. എപ്പോഴും മനസ്സിനെ നിഗ്രഹിക്കുക അഥവാ നിയന്ത്രിക്കുകയാണ് ഏറ്റവും പ്രയാസകരം എന്ന ആചാര്യൻ മറുപടി പറയുന്നു. മനസ്സിനെ നിയന്ത്രിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത് കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ഉൾപ്പെട്ട പ്രശ്നോത്തര രത്നമാലികയിൽ
52 ശ്ലോകങ്ങൾ പഠിച്ചു. തുടർന്ന് കിം ദുഷ്കരം നരാണാം യൻ മനസോ നിഗ്രഹ സതതം കോ ബ്രഹ്മചര്യവാൻ സ്യാദ് യശ്ചാസ്ഖലിതോർധ്വരേതസ്കഃ. കിം ദുഷ്കരം നരാണാം യൻ മനസോ നിഗ്രഹ സതതം കോ ബ്രഹ്മചര്യവാൻ സ്യാദ് യശ്ചാസ്ഖലിതോർധ്വരേതസ്കഃ. കിം ദുഷ്കരം നരാണാം. നരാണാം കിം ദുഷ്കരം. മനുഷ്യന്മാർക്ക് ഏറ്റവും പ്രയാസകരമായത് എന്താണ്? ദുഷ്കരം, ചെയ്യാൻ ഏറ്റവും ദുഃഖകരമായത്. അവിടെ ദുഃഖകരമായത് എന്നുള്ളതിന് ക്ലേശകരമായത്, പ്രയാസകരമായത് എന്ന് അർത്ഥമെടുത്താൽ മതി. എന്താണത്? മറുപടി യത് യാതൊന്ന് സതതം മനസ്സഹ നിഗ്രഹ. എപ്പോഴും മനസ്സിനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും ദുഷ്കരമായത്. വല്ലപ്പോഴൊക്കെ മനസ്സിനെ നിഗ്രഹിക്കാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ അടുത്ത നിമിഷത്തിൽ മനസ്സ് കൂലം കുത്തി ഒഴുകുകയായി. അതുകൊണ്ടാണ് സതതം എന്ന് പറഞ്ഞത്. ഇവിടെ മനസ്സിൻ്റെ നിഗ്രഹം എന്ന് പറഞ്ഞാൽ നിശേഷേണ ഗ്രഹിച്ചു വച്ചിരിക്കുന്ന സ്ഥിതിയാണ്. അല്ലാതെ കൊന്ന അവസ്ഥയല്ല. മനസ്സിനെ കൊല്ലുകയല്ല വേണ്ടത്. നമുക്ക് നമ്മുടെ പുരുഷാർത്ഥ പ്രാപ്തിക്ക് എല്ലാ ഉപാധികളും ആവശ്യമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം പ്രധാനമാണെന്ന് നേരത്തെ പറഞ്ഞു. അതുപോലെ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ എല്ലാം പ്രവർത്തിക്കണം. അല്ലാതെ ഇന്ദ്രിയങ്ങളുടെ മനസ്സിൻ്റെ ഹാനിയല്ല പുരുഷാർത്ഥ പ്രാപ്തിക്ക് വേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ദ്രിയ മനോബുദ്ധികളെ നശിപ്പിക്കുന്നതിലല്ല നമ്മൾ യത്നിക്കേണ്ടത്, അവയെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുന്നതിലാണ്. എന്നാൽ നിശേഷണ ഗ്രഹിക്കപ്പെട്ടിരിക്കണം, നിതരാം ഗ്രഹിക്കപ്പെട്ടിരിക്കണം. ഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തനിക്ക് സ്വാധീനമാകണം. ഒരിക്കലും മനസ്സിന് താൻ അടിമയാവരുത്, മനസ്സിന് താൻ വിധേയനാവരുത്. മനസ്സ് തൻ്റെ നിയന്ത്രണത്തിൽ വേണം. എന്തിലേക്ക് പ്രവർത്തിപ്പിക്കണമോ അതിലേക്ക് പ്രവർത്തിപ്പിക്കാം. എന്തിൽ നിന്ന് എപ്പോൾ നിവർത്തിപ്പിക്കണമോ അപ്പോൾ അതിന് സാധിക്കണം. ഇങ്ങനെ തീർത്തും മനസ്സിൻ്റെ വ്യാപാരങ്ങളെ സ്വന്തം അധീനത്തിൽ വയ്ക്കുക എന്നുള്ളതാണ് മനസ്സിൻ്റെ നിഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സ് സങ്കല്പ വികല്പാത്മകമാണ്. മനസ്സ്, ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വ്യത്യാസം, സങ്കല്പ വികല്പാത്മകമായ അന്തഃകരണത്തിനാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അതാണോ ഇതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, വേണോ വേണ്ടയോ, പോകണോ പോകണ്ടയോ, ഇങ്ങനെ എന്തിനെ സംബന്ധിച്ചും രണ്ട് ദ്വന്ദ്വങ്ങൾ. ഒരു കൽപ്പന, ഉടനെ അതിൻ്റെ വികല്പന. ഇങ്ങനെ സങ്കല്പ വികല്പം ചെയ്യുന്ന വൃത്തിയാണ് മനസ്സ്. ഈ സങ്കല്പ വികല്പങ്ങൾ അനിയന്ത്രിതമായി പോയാൽ നമുക്കൊരിക്കലും ഒരു നിശ്ചയത്തിലെത്താൻ കഴിയില്ല. ഒരിക്കലും സങ്കല്പ വികല്പങ്ങൾ പോയിക്കൊണ്ടേയിരിക്കും. അവന് ജീവിതത്തിൽ ഒന്നിനെയും പ്രാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൻ്റെ സങ്കല്പ വികല്പങ്ങളെ വേണ്ടതുപോലെ ക്രമീകരിച്ച് അതിനെ നിശ്ചയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. നിശ്ചയാത്മികത ബുദ്ധിയാണ്. അപ്പോൾ മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങളെ, അതായത് മനസ്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒന്നിലധികമായ സാധ്യതകളെ വിചാരം ചെയ്ത് നിശ്ചയിച്ച് അതിനെ പ്രവൃത്തി പഥത്തിൽ വരുത്തണം. വാസ്തവത്തിൽ ഇങ്ങനെ മനസ്സിനെ തൻ്റെ നിയന്ത്രണത്തിൽ വയ്ക്കുന്നതാണ് നിഗ്രഹം. ആരെങ്കിലും ഒരാൾ നിയന്ത്രിക്കുമെന്നുള്ളതിൽ സംശയമില്ല. നാം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചോ? നല്ലത്. ഇല്ലേ, അത് നമ്മളെ നിയന്ത്രിക്കും. നമ്മൾ അടിമയായി മാറും. മനസ്സെന്ത് തോന്നിക്കുന്നു അതൊക്കെ ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ഏത് മേഖലയിലായാലും വിജയത്തിന് അനിവാര്യമാണ് മനോനിഗ്രഹം. ആ മനോനിഗ്രഹം വളരെ പ്രയാസകരമാണ്. വായോരിവ സുദുഷ്കരം. കാറ്റിനെ ബന്ധിക്കുന്നത് പോലെ ദുഷ്കരമാണ് മനസ്സിനെ നിഗ്രഹിക്കുക എന്നുള്ളത്. ഇത് അർജുനൻ ഭഗവാനോട് വിഷമം പറയുന്നുണ്ട്. കാരണം മനസ്സിൻ്റെ നിഗ്രഹം അനിവാര്യമാണെന്നുള്ള തത്വം ഭഗവാൻ ഉപദേശിച്ച സമയത്ത് അത് വളരെ പ്രയാസകരമാണ്. കാരണം ചഞ്ചലമാണ് മനസ്സ്. ബലപൂർവകം നമ്മളെ മഥനം ചെയ്യുന്നതാണ് മനസ്സ്. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം. പ്രമാധിയാണ്, പ്രമഥനം ചെയ്യുന്നതാണ്, കടയുന്നതാണ്.
തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. അങ്ങനെയുള്ള മനസ്സിനെ നിഗ്രഹിക്കുക എന്നുള്ളത് കാറ്റിനെ ബന്ധിക്കുന്നത് പോലെ ദുഷ്കരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന് ഭഗവാൻ മറുപടി പറയുന്നത്, ഒരു സംശയമില്ല അർജുന, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിഗ്രഹിക്കാൻ സാധിക്കും. എന്താണ് നിഗ്രഹിക്കാനുള്ള ഉപായം? അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അഭ്യാസവും വൈരാഗ്യഭാവനയും. അപ്പോൾ മനസ്സിൽ വൈരാഗ്യഭാവന നിലനിർത്തുക, നിരന്തരം അഭ്യാസം ആവർത്തിച്ച് 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 മനോനിഗ്രഹത്തിനുള്ള പരിശ്രമങ്ങൾ ചെയ്യുക. ഇതന്നെ പാതഞ്ജല യോഗസൂത്രത്തിലും അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ എന്ന് പറയും. അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ടാണ് മനസ്സ് നിഗ്രഹിക്കപ്പെടുന്നത്. അത് എളുപ്പമല്ല, അതുകൊണ്ടാണ് ദുഷ്കരം എന്ന് പറഞ്ഞത്. അപ്പോൾ അസാധ്യമല്ല, മനോനിഗ്രഹം അസാധ്യമല്ല, ദുസ്സാധ്യമാണ്. ഇതാണ് ചോദ്യവും ഉത്തരവും ചേർത്ത് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കിം ദുഷ്കരം നരാണാം യൻ മനസോ നിഗ്രഹ സതതം. കോ ബ്രഹ്മചര്യവാൻ. ആരാണ് ബ്രഹ്മചര്യത്തോടൊത്തവൻ? കോ ബ്രഹ്മചര്യവാൻ. ബ്രഹ്മചര്യത്തോടൊത്തവൻ ആര്? യഹ ച അസ്ഖലിതോർധ്വരേതസ്കഃ. അസ്ഖലിതമായ ഊർധ്വരേതസ്സോട് കൂടിയവനാണ് ബ്രഹ്മചര്യവാൻ. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.